അന്നൊക്കെ ഒരു പ്രായത്തിന് ഒരു മൂച്ചിലങ്ങ് പാടും. ഓർക്കസ്ട്രയുടെ ഒക്കെ വലിയ താളം തെറ്റാതെ ശ്രുതി പോകാതെയൊക്കെ പാടും. അങ്ങനെ ഞാനൊരു പാട്ട് പാടുന്നു. പാടി 2 വരി പാടി കഴിഞ്ഞാൽ വലത്തോട്ട് നോക്കിയപ്പോൾ കാണാം യേശുദാസ് സാർ അവിടെ നിൽക്കുന്നത്. എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതോടുകൂടി എൻ്റെ സകല പാട്ടും പോയി. ഇങ്ങോട്ട് നോക്കിയപ്പോൾ കമലഹാസൻ. കമലഹാസൻ പണ്ടും അങ്ങനെ. ഞാൻ സുഖമായിട്ട് എന്നെ കെട്ടാൻ പോകുന്നു എന്നുള്ളത് BTHൽ വെച്ച് അറിഞ്ഞിട്ട് കാത്തിരുന്ന നിമിഷത്തിൻ്റെ സെറ്റിൽ ആദ്യം അനൗൺസ് ചെയ്തത് കമലഹാസനാണ്. അദ്ദേഹത്തിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു സുഹൃത്താണ്. ഇപ്പോഴും എൻ്റെ മക്കളെ കാണുമ്പോൾ ചോദിക്കും മല്ലിക എവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതികളും കാര്യങ്ങളും ആ ഈശ്വരഭക്തിയും ഗുരുത്വവും അതൊക്കെ ബാക്കിയുള്ളതൊക്കെ നമ്മളെന്തിനാ നോക്കിയത്? നമ്മുടെ പ്രൊഫഷനിൽ നമ്മളോടൊപ്പം സഹകരിച്ച ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയാണെന്ന് മാത്രം ഞാൻ നോക്കിയാൽ പോരെ. അല്ലാതെ അവരെവിടെ പോയി എങ്ങോട്ട് പോയി എന്താ അവരുടെ രാഷ്ട്രീയം. ഒരു സിനിമാ നടനെയോ നടിയെയോ സംബന്ധിച്ച് ഒരു തിയേറ്ററിലൊരു പടം കാണാൻ വന്നാൽ നിങ്ങൾ ഏത് പാർട്ടിയാണ് എന്ന് ചോദിക്കാനും മാത്രം മണ്ടരാണോ ഞാനും എൻ്റെ മക്കളും ഒക്കെ? ചോദിക്കരുത്. അതല്ല, ഞങ്ങളുടെ ചോറ് വേറെയാണ്. എല്ലാവരും കാണണം. അവിടെ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ കളിക്കാറുമില്ല, ഒന്നുമില്ല. ഇപ്പം തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്തുകൊണ്ട് പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞു അന്നിങ്ങനെ. ഒന്നുമില്ല. ഇതൊക്കെ കാരണം എന്താണെന്ന് ചോദിക്കുക. അപ്പം സത്യം പറയാം, കയറി പറയാനൊന്നും ഞാൻ പോകത്തില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ശരി, അങ്ങനെ സംസ്ഥാന അവാർഡ് കിട്ടി. വലിയ സന്തോഷം തോന്നി മനസ്സിൽ. പിന്നെ അങ്ങോട്ട് പടങ്ങൾ ഞാൻ കുറേ ചെയ്ത്. എല്ലാം കൂടെ എൻ്റെ കണക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 152 ഒറ്റ പടങ്ങളോളം ഞാൻ ചെയ്തിട്ടുണ്ട്. പലതും ചെറുതുമായ വേഷങ്ങൾ. പിന്നെ വിൻസെൻ്റ് മാഷിൻ്റെ വയനാടൻ തമ്മാൻ ഇതുപോലെ. അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ കിളവി ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ തൂങ്ങി അവിടെ നിന്ന് കഥ പറഞ്ഞു തുടങ്ങുന്നത് ഞാനാണ്. അതിലും കമലഹാസനായിരുന്നു. മദനോത്സവത്തിൽ കമലഹാസൻ ഉണ്ടായിരുന്നു. കാത്തിരുന്ന നിമിഷത്തിലുണ്ട്. അത് കഴിഞ്ഞ് ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ ഇങ്ങനെ അത് ശങ്കരൻ നായർ സാറിൻ്റെ ആയിരുന്നു. അതെനിക്ക് പിന്നെ അത് വന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഏതായാലും ഇങ്ങനെയുള്ള കുറേ പടങ്ങൾ അതുപോലെയുള്ള വലിയ നടന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചു. പിന്നെ നസീർ സാറ്, മധു സാറ്, KP ഉമ്മറൊക്കെ പറയാതിരിക്കുക തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു പേരാണ്. ഞാനവിടെ ചെന്ന് അവിടെ ഓരോ പടം ചെയ്യുമ്പോഴാണ് ഉമ്മക്കയ്ക്ക് അതൊരു നാടക കമ്പനിയുണ്ട്, പെരിച്ചാഴികൾ എന്ന് പറയുന്ന നാടകമായിട്ട് അദ്ദേഹം ഇങ്ങനെ മലയാളി അസോസിയേഷൻ, അത് KP ഉമ്മർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒന്നാം തരം വില്ലനല്ലേ മലയാള സിനിമയിൽ വിളിക്കും. അപ്പോൾ രാധാമണി അവരൊക്കെ ഞങ്ങൾ അപ്പോൾ ഒരു പ്രത്യേക വേഷത്തിന് നായിക പോലെയുള്ള ഒരു വേഷത്തിന് എന്നെ വിളിച്ചു. പോയി മലയാളം ഡയലോഗൊക്കെ കാണാതെ പഠിച്ചു. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് കാണാതെ പഠിച്ചത്? ഭാഷ അറിയണം, ഭാഷ ഒക്കെ പറഞ്ഞ് ഉമ്മക്കയുടെ സ്ഥിരം സ്റ്റൈലിൽ ഉമ്മക്ക പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയും നമുക്ക് അല്ല തനിക്കിപ്പം മലയാള ഭാഷ പറഞ്ഞാൽ ഇവിടെ വേറെ ആരും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ അതേപോലെ നസീർ സാറിന് എനിക്ക് കുറച്ചൊക്കെ എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്ന് സിനിമാ ഫീൽഡിൽ ആദ്യകാലത്ത് അംഗീകരിച്ചിരുന്നവരാണ് പ്രേം നസീർ സാറിനെ കൊണ്ടൊരു ലേഖനം എഴുതിച്ചു. സാറിന് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇതാണോ അതിൻ്റെ പോയിൻറ്റ്സ്? അപ്പോൾ പറഞ്ഞു ഇതൊന്നും തിരുത്തണ്ട, ഇതങ്ങനെ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നിപ്പോൾ കോഴിക്കോട്ടായിരുന്നു കോടമ്പുഴ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിനിരമയോ അങ്ങനെ ഒരു അതൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ അങ്ങനത്തെ പത്രങ്ങളിലൊക്കെ ചില സംഭവങ്ങൾ മൊത്തത്തിൽ സിനിമാക്കാർക്ക് വേണ്ടി കുറച്ച് കൂടുതലായിട്ട് സാറിനെ ഭാര്യയെ കുറിച്ചൊക്കെ കൊണ്ട് സംഭവമായിരുന്നത്. അപ്പം ഞാനത് എഴുതി ഒരക്ഷരം തിരുത്തണ്ട ഇതെ കൊടുത്താൽ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും അവർക്കൊക്കെ എഴുതാൻ ആളെ കിട്ടാനിട്ടാണ്. ഇവിടുത്തെ സാഹിത്യകാരന്മാരെ വെച്ച് എഴുതിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നോടത് പറയും മല്ലിക ചുമ്മാ ഇരിക്കരുത്, സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതണം. അങ്ങനെ ഒരുപാട് പേര് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട്, അത് അഭിനയമല്ല, ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിച്ച് ആശംസകൾ തന്നിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ എന്നും എൻ്റെ മരണം വരെ ഞാൻ നന്ദിയോടെ ഞാൻ ഓർക്കും, യാതൊരു സംശയമില്ല.